നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ, സ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ എത്ര കണ്ട് സ്വാധീനം ചെലുത്തുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത. അതായത് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും സൗദി അറേബ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. ട്രംപിൻ്റെ ആവശ്യം ഒന്നേ ഉള്ളൂ, അതായത് ഇസ്രയേലുമായിട്ട് ബന്ധം പുനഃസ്ഥാപിക്കണം. സമീപകാലത്തുണ്ടായിട്ടുള്ള ഗസ സീസ്ഫയറിന് ശേഷം, അതായത് ഒക്ടോബർ 9 ആ ഒരു സീസ്ഫയറിന് ശേഷം ട്രംപ് സൗദിയുടെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിനെ ഫോണിൽ വിളിക്കുകയും അതിൽ ട്രംപ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്, അതിനാൽ തന്നെ ഇനി ഇസ്രയേലും സൗദിയുമായിട്ടുള്ള ബന്ധം അത് പുനഃസ്ഥാപിക്കണമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെടുത്തിയ ഒരു സ്ക്രീൻഷോട്ടും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇസ്രയേലാണ് ഇത് സംബന്ധിക്കുന്ന വാർത്ത ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാന ശ്രമങ്ങൾക്ക് അതിന് നേതൃത്വം നൽകുന്നത് താനാണ് എന്നൊരു പ്രതീതി ഉളവാക്കാനാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നത്. എബ്രഹാം അക്കോർഡ്സ് പോലെ മറ്റൊരു ഡിപ്ലോമാറ്റിക് വിജയമാണ് ഇവിടെ അമേരിക്ക ലക്ഷ്യമിടുന്നത്. എന്നാൽ ട്രംപിന്റെ ഇത്തരം നിർദ്ദേശങ്ങളോട് ഇതുവരെ സൗദി അറേബ്യ പ്രതികരിച്ചിട്ടില്ല. സൗദിക്ക് പാലസ്തീൻ പ്രശ്നം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഇസ്രയേലുമായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ഒരു ശ്രമമുണ്ടായാൽ അത് ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ സൗദി ഒറ്റപ്പെടാൻ ഒരു കാരണമാകുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതിനാൽ പാലസ്തീനിയൻ വിഷയത്തിൽ അതിലൊരു മുന്നേറ്റം ഉണ്ടായാൽ മാത്രം കരാറിനെക്കുറിച്ച് ആലോചിക്കാമെന്നാണ് ഇപ്പോൾ സൗദി പറഞ്ഞു വയ്ക്കുന്നത്. അതായത് ഗസയിൽ സ്ഥിരമായിട്ട് ഒരു സീസ്ഫയർ ഉണ്ടാകണമെന്നുള്ളതാണ് സൗദിയുടെ ആവശ്യം. എന്നാൽ മറ്റു ചില റിപ്പോർട്ടുകൾ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് അടുത്ത മാസം അമേരിക്കൻ ഡിപ്ലോമാറ്റിക് ടീമുകൾ റിയാദും ടെൽ-അവീവും സന്ദർശിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം, റിയാദും ടെൽ-അവീവും സന്ദർശിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ അമേരിക്കൻ ഡിപ്ലോമാറ്റിക് ടീം എന്തിന് ഈ രണ്ട് രാജ്യങ്ങളും സന്ദർശിക്കാൻ പോകുന്നു എന്നതിനെക്കുറിച്ചൊന്നും ഇതുവരെ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് സൗദി വഴങ്ങുമോ അതോ ഇല്ലയോ എന്ന്. മറ്റൊരു വാർത്ത, അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം ഇപ്പോൾ തുർക്കിയോടുള്ള സമീപനത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് F-35 ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനായിട്ട് തുർക്കി ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ തുർക്കി റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 ഡിഫൻസ് സിസ്റ്റം വാങ്ങാൻ വാങ്ങിയതോടുകൂടി തന്നെ അമേരിക്ക ഈ F-35 വാങ്ങുന്നതിൽ നിന്ന് തുർക്കിയെ പുറത്താക്കിയിരുന്നു. ട്രംപിൻ്റെ ഈ ഒരു കാലയളവിൽ തന്നെ തുർക്കിക്ക് F-35 അത് ലഭിക്കുമോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. നമുക്കറിയാം, ട്രംപിൻ്റെ തീരുമാനങ്ങൾ അത് അൺപ്രഡിക്റ്റബിൾ ആണ്. അദ്ദേഹം അടുത്ത നിമിഷം എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ കഴിയുകയില്ല. ചില റിപ്പോർട്ടുകൾ പറയുന്നത് F-35 തുർക്കിക്ക് വിൽക്കാനായിട്ട് അങ്ങനെ ഒരു ഡീലിന് ഇനിയും സാധ്യതയുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ തുർക്കിയുടെ കയ്യിൽ F-35 എത്തുക എന്ന് പറയുന്നത് അതൊരിക്കലും ഇസ്രയേലിന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. കാരണം ഇസ്രയേലിൻ്റെ എയർ സുപ്പീരിയോറിറ്റി കുറയാൻ ഇത് കാരണമാകും. ഇതുകൂടാതെ തന്നെ തുർക്കിയുടെ പീസ് കീപ്പിംഗ് ട്രൂപ്സിനെ ഗസയിലേക്ക് അയക്കാനുള്ള നീക്കവും ഇസ്രയേൽ ഇപ്പോൾ തടഞ്ഞിരിക്കുകയാണ്. മറ്റേത് രാജ്യമായാലും കുഴപ്പമില്ല, എന്നാൽ തുർക്കിയെ ഗസയിലെ പീസ് കീപ്പിംഗ് ട്രൂപ്പിൽ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണ് ഇപ്പോൾ ഇസ്രയേൽ ഉള്ളത്. മറ്റൊരു വാർത്ത ഇറാനിൽ നിന്നാണ്. അതായത് ഇറാനും ഒമാനും ഇടയിലുള്ള സ്ട്രെയ്റ്റ് ഓഫ് ഹുർമൂസിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു ഓയിൽ ടാങ്കർ ഇപ്പോൾ ഇറാൻ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഇറാൻ ഈ ഒരു ഓയിൽ ടാങ്കർ പിടിച്ചെടുക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ അമേരിക്കയുടെ MQ-4C ഡ്രോണുകൾ ആകാശത്ത് നിരീക്ഷണം നടത്തുകയായിരുന്നു. എന്നാൽ ഈ ഒരു കാര്യത്തിൽ അമേരിക്ക ഒന്നും തന്നെ ചെയ്തില്ല. ഇറാൻ ഇതിലൂടെ ഒരു രാഷ്ട്രീയ സന്ദേശമാണ് നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. തങ്ങൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതിനാൽ അതിൻ്റെ വില നിങ്ങൾ നൽകേണ്ടി വരുമെന്നൊരു രാഷ്ട്രീയ സന്ദേശമാണ് ഇറാൻ ഇവിടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഹൊർമൂസ് വഴി പോകുന്ന ടാങ്കറുകൾ എപ്പോൾ വേണമെങ്കിലും തടഞ്ഞേക്കാം എന്നൊരു സൂചനയാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഹൊർമൂസ് കടലിടുക്കിലെ ഇറാന്റെ സ്വാധീനം അതെന്നും അമേരിക്കയ്ക്ക് ഒരു തലവേദന തന്നെയാണ്. ലോകത്തുൽപ്പാദിപ്പിക്കുന്ന എണ്ണയിൽ 20% കടന്നു പോകുന്നത് ഈ ഹൊർമൂസ് കടലിടുക്കിലൂടെയാണ്. അതിനാൽ തന്നെ ഈ ഒരു പ്രദേശത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് എണ്ണ വില കൂടുന്നതിന്
കാരണമാകും. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഇറാൻ്റെ ഈ ഒരു പ്രവൃത്തിയോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇറാൻ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് അമേരിക്ക പറയുന്നത്. അതുപോലെ തന്നെ ഗൾഫ് മേഖലയിലുള്ള US നേവൽ ഷിപ്പുകൾ ഇപ്പോൾ അലേർട്ട് മോഡിലാണ് എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്.